തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 12 മണിക്ക് തൃശൂർ കളക്ടറേറ്റിലെത്തി ജില്ലാ വരണാധികാരി മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പത്രികാ സമർപ്പണത്തിന് മുൻപായി അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചനയും തുടർന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന പ്രകടനവും ഉണ്ടാകും. വിവിധ മണ്ഡലങ്ങളിലായി രണ്ടാം ഘട്ട പ്രചാരണം പുരോഗമിക്കവെയാണ് സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം 11 മണിയോടെ അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. തുടർന്ന് പ്രകടനമായാണ് കളക്ടറേറ്റിലേക്ക് പോകുക. 12 മണിയോടെ ജില്ലാ വരണാധികാരിയുടെ മുന്നിൽ നേരിട്ടെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രകടനത്തിൽ BJP സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം ആയിരക്കണക്കിന് പ്രവർത്തകരും പങ്കെടുക്കും. സുരേഷ് ഗോപിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കാനായുള്ള തുക നൽകിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തീരദേശ മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും തൃശൂരിന്റെ വികസനത്തിനുമായി പ്രവർത്തിച്ച സുരേഷ് ഗോപിക്ക് തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും ഒരു ഭാഗം മാറ്റിവെച്ചാണ് മത്സ്യത്തൊഴിലാളികൾ തുക നൽകിയത്. ഓരോ പ്രചാരണത്തിലും സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത് വലിയ ജനസ്വീകാര്യതയാണ്. 2 തവണ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ഓരോ സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണുന്ന ജനപ്രിയ സ്ഥാനാർത്ഥി കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കണമെന്ന് തന്നെയാണ് തൃശൂരിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ആഗ്രഹം. തൃശൂരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായുള്ള വികസന മുരടിപ്പ് മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നതാണ് തീരദേശവാസികളും വ്യക്തമാക്കുന്നത്. വികസന നായകന്റെ വിജയക്കുതിപ്പിൽ NDA നേതൃത്വത്തിനും പൂർണ്ണ ആത്മവിശ്വാസമാണുള്ളത്. ജനം, തൃശൂർ.